ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടൻ, അജു, നിബി എന്ന് പറയുന്ന പോലെ ഡൽഹിയിലെ മൂവർ സംഘം നമ്മളായിരുന്നു. It all started here, but it was more. It became a family. Hi guys, welcome to Lazy Girl Vlogs. Hello guys, welcome to our കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. സോ ഞാൻ ഫർസും കൂടെ പെട്ടെന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ദാറ്റ്. ഗൈസ് നമ്മൾ കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കോളേജ് അല്ല, NPL, നാഷണൽ ഫിസിക്കൽ അവിടത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇൻഡോർ പോലെയാണ്. സോ ഈ കുട്ടി ധന്യ ജസ്റ്റ് ഹായ് ധന്യ. So guys, ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് നമ്മുടെ സോ ബ്ലൂവിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ബ്ലൂ ഒന്നും കഴിക്കില്ല. ബ്ലൂ ഹാസ് വെരി ലോ അപ്പറ്റൈറ്റ്. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫർസാന ലാസ്റ്റ് മിനിറ്റ് ബാത്റൂം ചെക്കിന് വേണ്ടി പോയി. ഇനിയിപ്പോൾ വരും ആൻഡ് നമ്മൾ ഇറങ്ങും. ഡേയ്സ് ഓഫ് ലൈഫ് നമ്മളെല്ലാം എടുക്കണം. കട്ട് ചെയ്യാം. ലേസി വ്ളോഗ്സ് മതിയോ? ലേസി ഗേൾസ് വ്ളോഗ്സ് ആണോ? ലേസി ഗേൾ വ്ളോഗ്സ് മതിയോ? ആ മതി. അത് പറയും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഷൻ എന്ന് പറയുന്നത് ടാഗോർ ഗാർഡനാണ്. ഇപ്പോൾ നമ്മൾ ടാഗോർ ഗാർഡൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മെട്രോ പിടിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക ദിവസങ്ങളും നമ്മൾ ഓട്ടമായിരിക്കും. ഓട്ടത്തിൻ്റെ അവസാനം എന്തായാലും ഒരു മെട്രോ കിട്ടും, അത് ഉറപ്പാണ്. എന്നാലും നമ്മൾ ഓടും. എന്ത് പറയാനല്ലേ, മെട്രോ. ഇപ്പം നിങ്ങൾ കാണുന്നത് സമയമില്ലാഞ്ഞിട്ടും ഫർസും തന്നെയും അടിയിരുന്നതാണ് ഗൈസ്. ആ അടിക്ക് ഒരു സ്റ്റോപ്പും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിയിട്ടുകൊണ്ടിരിക്കും. പക്ഷേ നല്ല രസമാണ് അടികൾ. കുഞ്ഞു കുഞ്ഞു അടികളൊക്കെ നല്ലതല്ലേ. നമുക്ക് ആദ്യത്തെ മെട്രോ മിസ്സായില്ല. ഭയങ്കര തിരക്കായിരുന്നു. നെക്സ്റ്റ് മെട്രോ ഇപ്പോൾ വരുന്നുണ്ട്. അതിനകത്ത് കാരണം സമയം മെട്രോ വന്നു. അപ്പം നിങ്ങൾ കാണുന്ന തിങ്ങിലിരുന്ന മെട്രോനുള്ളിൽ വെച്ച് ഞാനൊരു വീഡിയോ എടുക്കാൻ നോക്കുക. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പോയി ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽ ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ നമ്മൾ ബേസിക്കലി 3 പ്രൊജക്റ്റാണ്. പക്ഷേ അവരെല്ലാം സെയിം ഡിപ്പാർട്ട്മെൻറ്റാണ്, അത്രേ ഉള്ളൂ. സോ എനിക്ക് അവരെക്കാട്ടി കുറച്ചും കൂടെ നടക്കാനുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര ശാന്തമാണ്, ഭയങ്കര പീസാണ്. എൻ്റെ സൗണ്ട് അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ്. സോ ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട്. സോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വഴി പീസ്ഫുൾ വഴിയാണ്.
കാണാൻ ഡിപ്പാർട്ട്മെന്റ് എൻ്റെ PhD ചേച്ചി. This is my cabin. ഞാൻ ഇവിടെ സമയത്ത് ഇവിടെ ഇപ്പോൾ ആരും വന്നിട്ടില്ല. എന്താണ് എല്ലാവർക്കും 11 മണിയായി. സോ ഇപ്പോൾ മാം കുറച്ച് സാമ്പിൾസ് തന്നു. ഇത് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം കട്ട് ചെയ്യാൻ വേണ്ടി. ചെറിയ സർക്കിൾസിൽ കട്ട് ചെയ്യണം, എന്നാലും നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് ട്യൂബിനകത്ത് വേണമെങ്കിൽ നമുക്ക് സർക്കുലർ ഷേപ്പ് ആക്കണം. സോ അത് ചെയ്യാൻ വേണ്ടി ഞാൻ വർക്ക്ഷോപ്പിൽ പോവാം. സാമ്പിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇല്ലായിരുന്നു അവിടെ. അതുകൊണ്ട് അവരൊരു ജോബ് കാർഡും പിന്നെ സാമ്പിൾ തിരിച്ചു നമുക്ക് അവിടെ പോയി ഇത് ഫില്ല് ചെയ്യണം, തിരിച്ച് കൊണ്ടുവരണം. ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുവന്നാലും മതി, ബട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവരാം. എന്താ കുട്ടിയുടെ ലാബ് കോട്ടിന് ഒരു കൈ ഇല്ലേന്ന് ആലോചിക്കുന്നവരോട് ഇതാണ് അവിടെ എനിക്ക് കിട്ടിയ ബെസ്റ്റ് ലാബ് കോട്ട്. സോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിടാമെന്ന് മാത്രം ആലോചിച്ചെടുത്തിട്ട് ഒരെണ്ണമാണിത്. സോ ഗൈസ്, ലാബിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വ്ളോഗ് എടുക്കാനും ഭയങ്കര മടിയായി. ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു ഉറക്കം വരുമല്ലോ, ആ ഉറക്കം കാരണമാവാം ആ മടി ഒന്നും കൂടെ കൂടി. പിന്നെ നമ്മൾ വ്ളോഗ് എടുത്തില്ല, ജസ്റ്റ് നമ്മൾ വെളിയിലുള്ള കാഴ്ചകൾ മാത്രം എടുത്തു. നമ്മുടെ NPL ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വൈകുന്നേരം ആകുമ്പോൾ മയിലുകൾ വരും, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് നമ്മുടെ NPLൻ്റെ ഫ്രണ്ടിലുള്ള കുറേ പൂക്കളാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഇവിടെ നിറയെ പൂക്കളുണ്ട്. നമ്മുടെ സാർ NPL നോക്കുന്ന പട്ടിക്കുട്ടികളാണ് കേട്ടോ. അത് മൂട്ടും കാലും. ഉച്ച കഴിഞ്ഞ് ബ്രേക്ക് ഉണ്ടെങ്കിൽ മോനും ദേവട്ടി എപ്പോഴും അവരുടെ അടുത്ത് തന്നെ ആയിരിക്കും, അവരെ കളിപ്പിച്ചൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഈ കുട്ടി വ്ളോഗ്. ഇത് കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അത്യാവശ്യം കുറേ മെമ്മറീസ് ഇതിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ബൈ ഗൈസ്, ഇനി കുട്ടി വ്ളോഗ് എടുക്കാൻ മാക്സിമം നോക്കാം. താങ്ക് യു.